ലോ കാർഡ്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ കുറ്റാന്വേഷണ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണിത്. ഏതൊരു കുറ്റകൃത്യവും ഒരു അടയാളം അവശേഷിപ്പിക്കുന്നു എന്നതാണ് ഈ തത്വം. കുറ്റവാളി സംഭവസ്ഥലത്ത് എന്തെങ്കിലും ഉപേക്ഷിക്കുകയോ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോവുകയോ ചെയ്യും. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ അദൃശ്യ തെളിവുകൾ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. അതിക്രൂരമായ കൊലപാതകം പോലും. അയാൾ കരുതിയത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നായിരുന്നു. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. പുതിയ ജീവിതം, പുതിയ കളികൾ. പക്ഷേ അന്വേഷണത്തിന്റെ കണ്ണുകൾ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഭൂമിയുടെ ഉള്ളു തുറന്ന ആ സത്യം അത് അയാളെ തേടിയെത്തി. ചെന്നിത്തലയും കേരളവും ഞെട്ടിവിറച്ച ആ ദിവസങ്ങൾ ഇന്ന് അതിലേക്കാണ്. ചെന്നിത്തല കേരളമാകെ ചർച്ചയായ, വാർത്തകളിൽ നിറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ പേരാണ്. അതൊരു വ്യക്തിക്കൊപ്പമുള്ള സ്ഥലപ്പേരായല്ല. കേരളം നടുങ്ങിപ്പോയ ഒരു കൊലപാതകം അരങ്ങേറിയ ഇടമായാണ് ആ ജൂലൈ മുതൽ സജീവമായത്. ചെന്നിത്തല, ഇരമത്തൂർ, മാന്നാർ, ആലപ്പുഴ ജില്ല. 2024 ജൂലൈ 2. മാന്നാറിലെ ഇരമത്തൂരുള്ളൊരു വീട്ടിലേക്ക് അതിരാവിലെ തന്നെ ഒരു മണ്ണുമാന്തി യന്ത്രമെത്തി. JCB. അതത്ര അസാധാരണമായ കാഴ്ചയൊന്നുമല്ല. പക്ഷെ പിന്നാലെ വാഹനങ്ങളുടെ ഒരു നിര തന്നെ എത്തി. ഏറെയും പോലീസ് വാഹനങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ. ജനം അന്തം വിട്ടു. എന്താണ് ഈ ചെറിയ ഗ്രാമത്തിൽ സംഭവിക്കുന്നത്? ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയത്. പോലീസിനൊപ്പം ഒരാളുണ്ട്. പേര് ജിനു രാജൻ. അയാൾ പോലീസ് ടീമുമായി വീടിനു ചുറ്റും നടന്നു. വീടിനു വശത്തായുള്ള ശുചിമുറി, അവിടെ അയാൾ ചൂണ്ടിക്കാണിച്ചു. പോലീസ് ടീം മറ്റംഗങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചു. ജിനു ചൂണ്ടിക്കാണിച്ച സ്ഥലത്തിനു ചുറ്റും മാർക്ക് ചെയ്തു. മണ്ണുമാന്തി യന്ത്രം ആ ഭാഗത്തേക്ക് നീങ്ങി. നിമിഷ നേരം കൊണ്ട് തന്നെ ആ വീടും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ജനത്തെ വകഞ്ഞുമാറ്റി പോലീസ് സൗകര്യമൊരുക്കി. മാന്നാർ, ചെന്നിത്തല പഞ്ചായത്തുകളുടെ അതിർത്തി ഭാഗത്താണ് ഐക്കര ജംഗ്ഷൻ. അവിടെ നിന്ന് വെറും 10 മീറ്റർ കിഴക്കോട്ട് പോയാൽ അനിലിന്റെ വീടാണ്. അവിടെയാണ് ജനം തടിച്ചുകൂടുന്നത്. സമയം രാവിലെ 11 മണി. ജനക്കൂട്ടത്തെ വീടിന്റെ പരിസരത്തു നിന്നും വളരെ ദൂരെയാക്കി. പോലീസ് കസ്റ്റഡിയിലുള്ള ജിനു രാജൻ ആ വീടിന്റെ ഉടമയായ അനിലിന്റെ ബന്ധു തന്നെയാണ്. ആ നാട്ടുകാരൻ. അയാളെ പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കി ആ ഭാഗത്തേക്ക് നിർത്തി. സെപ്റ്റിക് ടാങ്കിന് മുകളിലെ മണ്ണ് JCB ഉപയോഗിച്ച് നീക്കുന്ന ജോലിയായിരുന്നു ആദ്യം. പിന്നെ ടാങ്കിന് മുകളിലെ സ്ലാബ് നീക്കം ചെയ്തു. 3 ഉറകളായിട്ടുള്ള റിങ്ങുകളാണ് ഉള്ളിൽ, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിയ നിലയിൽ. അതാണ് സെപ്റ്റിക് ടാങ്ക്. ഉള്ളിൽ നിറയെ മാലിന്യമായിരുന്നു. അതാദ്യം നീക്കം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോലീസിനെ സ്ഥിരമായി സഹായിക്കുന്ന സോമൻ എന്നയാളാണ് ടാങ്ക് മാലിന്യം നീക്കുന്നതും പരിശോധനകൾ നടത്തുന്നതും. നീക്കം ചെയ്ത് പുറത്തെടുക്കുന്ന മാലിന്യം കൃത്യമായി അരിക്കുന്നുണ്ട്. അതിനിടെ ജനത്തിന് ഏതാണ്ട് സംഭവത്തിന്റെ രൂപം ചോർന്നു കിട്ടി. അവിടെ ആ ടാങ്കിനുള്ളിൽ പോലീസ് തേടുന്നത് ഒരു മൃതദേഹമാണ്. അവിടെ ഒരാളെ കൊന്നു താഴ്ത്തിയിരിക്കുന്നു. ആ വീട്ടിലെ അനിലിന്റെ ബന്ധു ജിനുവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അയാളാണോ കൊലയാളി? അയാൾ അത് ചൂണ്ടിക്കാണിച്ചതെങ്ങനെ? ഇസ്രായേലിലുള്ള അനിലിന് ഇതുമായി ബന്ധമുണ്ടോ?
ആരാണ് കൊല്ലപ്പെട്ടത്? ജനത്തിന്റെ സംശയം തീരുന്നതേയില്ല. വ്യത്യസ്തമായി തോന്നുന്ന മാലിന്യഭാഗങ്ങൾ, തുണിക്കഷണം, അരിച്ചു കിട്ടുന്നവയിൽ സംശയം തോന്നുന്ന വസ്തുക്കളെല്ലാം അങ്ങനെ ബോട്ടിലുകളിലാക്കി മാറ്റുന്നുണ്ട്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അതൊക്കെ മാറ്റിവെക്കുകയാണ്. പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്കിനു സമീപമായി മറ്റൊരു ടാങ്ക് കൂടിയുണ്ട്. അതും പോലീസ് തുറപ്പിച്ചു. ആ ടാങ്കിനുള്ളിൽ നിന്ന് തലമുടി പോലെ ഒരു വസ്തു ലഭിക്കുകയും ചെയ്തു. ഫോറൻസിക് സംഘം സ്ഥലത്തുണ്ട്. അവർ പ്രാഥമിക പരിശോധനകൾ നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ മുടിയടക്കം തെളിവുകൾ ലഭിച്ചു. ഫോറൻസിക് പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് വ്യക്തമായി. പിന്നാലെ പോലീസ് ഡോഗ് സ്ക്വാഡുമെത്തി. പുറത്തേക്കെത്തിയ വാർത്ത ഇങ്ങനെയാണ്: അനിലിന്റെ ഭാര്യ കല കൊല്ലപ്പെട്ടു. മൃതദേഹം സെപ്റ്റിക് ടാങ്കിലുണ്ട്. കല അനിലിന്റെ ആദ്യ ഭാര്യയാണ്. അനിലുമായി പിണങ്ങി കുട്ടിയെയും ഉപേക്ഷിച്ച് നാടുവിട്ട കല. പാലക്കാട് മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുന്ന കല. പരപുരുഷ ബന്ധത്തെ തുടർന്ന് വീട്ടിൽ നിന്നും അനിൽ ഇറക്കിവിട്ട ഭാര്യ. കലയെക്കുറിച്ച് അങ്ങനെ നാട്ടുകാർക്കിടയിൽ പരക്കുന്ന കഥകൾ പലതാണ്. ആ കല എങ്ങനെ ഈ ടാങ്കിൽ വന്നു? അനിൽ ഇവിടെ എങ്ങുമില്ല. അയാളുടെ ബന്ധു ജിനു മാത്രമാണ് ഇപ്പോൾ പോലീസിനൊപ്പമുള്ളത്. കഥയുടെ ബാക്കി കിട്ടാതെ അക്ഷമരായി ജനം. കല കൊല്ലപ്പെട്ടിരിക്കുന്നു. 15 വർഷം മുൻപ് കാണാതായതാണ് കലയെ. ഭർത്താവ് അനിലുമായി പിണങ്ങിപ്പോയി എന്നാണ് നാട്ടിലറിയുന്നത്. അത് സത്യവുമായിരുന്നു. ആ സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത്. 15 വർഷങ്ങൾക്കിടെ അപ്പോൾ എന്താകും സംഭവിച്ചത്? പോലീസ് എങ്ങനെയാണ് ഈ രഹസ്യം അറിഞ്ഞത്? ഏതാണ്ടൊരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിശോധന. അതിനടുത്ത ദിവസം നടത്തിയ ഫോറൻസിക് തെളിവെടുപ്പ്. കുഴികുത്തി മൂടിയ സത്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞുവരുന്ന മണിക്കൂറുകൾ. കണ്ടെത്തിയ വസ്തുക്കൾ. സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്ത്രീകളുടേതെന്ന് കരുതുന്ന മാലയുടെ ലോക്കറ്റ്, ഹെയർ ക്ലിപ്പ്, വസ്ത്രത്തിന്റെ ഭാഗമായ ഇലാസ്റ്റിക്, മനുഷ്യ ശരീരത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില അംശങ്ങൾ എന്നിവയാണ് ലഭിച്ചത്. ശാസ്ത്രീയ പരിശോധന. ടാങ്കിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അന്നു തന്നെ അയച്ചു. സെപ്റ്റിക് ടാങ്കിൽ ശക്തമായ രാസപദാർത്ഥങ്ങൾ ഒഴിച്ചതിനാൽ മൃതദേഹം പൂർണ്ണമായും അലിഞ്ഞു പോയിരുന്നു എന്നാണ് നിഗമനം. എന്നാൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ ടാങ്കിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളുടെ ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 2024 ജൂലൈ 3 പോലീസ് ഔദ്യോഗികമായി അക്കാര്യം ഉറപ്പിച്ചു. കൊലപാതകം നടന്നിരിക്കുന്നു. DNA PCR ടെസ്റ്റുകൾക്ക് ശേഷം കൂടുതൽ തെളിവുകളെത്തും. പോലീസിന്റെ കയ്യിൽ അപ്പോൾ തന്നെ ചില കുറ്റാരോപിതരുണ്ട്. അവരിൽ ഒരാളാണ് പരിശോധനകളിൽ ഒപ്പമുണ്ടായിരുന്നത്. സെപ്റ്റിക് ടാങ്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ജിനു രാജൻ, അനിലിന്റെ ബന്ധു. കൂടാതെ 2 പേർ. ഒന്ന് സോമൻ എന്ന് വിളിക്കുന്ന സോമരാജൻ, അനിലിന്റെ സഹോദരി ഭർത്താവാണ് അയാൾ. 2 പ്രമോദ്, അനിലിന്റെ ബന്ധുവും സുഹൃത്തുമാണ്. അവർ കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. അനിൽ കലയുടെ ഭർത്താവ്. അയാളാണ് എല്ലാം ആസൂത്രണം ചെയ്തത്. തങ്ങളാണ് കൂടെ നിന്ന മൃതദേഹം ആ ടാങ്കിലേക്ക് മറവ് ചെയ്തവർ. ജിനുവും പ്രമോദും സോമനും എല്ലാം സമ്മതിച്ച് കീഴടങ്ങി. പോലീസ് പിടിയിലായിരുന്ന സുരേഷ് കുമാർ എന്നൊരാളെ പോലീസ് അപ്പോഴേക്കും പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മുഖ്യപ്രതി കലയുടെ ഭർത്താവ് അനിൽ, അയാൾ ഇസ്രായേലിലാണ്. അയാളെ കൊണ്ടുവരാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. പോലീസിന് ഈ സത്യം എങ്ങനെയാണ് മനസ്സിലായത്? ഈ കുഴിമൂടി തുറക്കാൻ അവർക്ക് കൈചൂണ്ടിയായത് ആരാണ്? പോലീസ് അന്വേഷണ ചരിത്രത്തിലെ
ഏറ്റവും ഉദ്വേഗജനകമായ ആ ഭാഗത്തേക്കാണ്. ഫ്ലാഷ് ബാക്ക്. ചെന്നിത്തല കലാകൊലക്കേസിലേക്കാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് ഈ കേസ് എങ്ങനെയാണ് പുറത്തായത് എന്നുകൂടി അറിയണം. മദ്യപാന സദസ്സുകളിൽ പൊളിഞ്ഞു വീഴുന്ന രഹസ്യത്തിന്റെ ഇരുമ്പ് മറ ഒന്നല്ല, ഒരു 100 കേസുകളുണ്ട് അങ്ങനെ മദ്യലഹരിയിൽ പുറത്തായത്. മദ്യലഹരിയിൽ അറിയാതെ വിളിച്ചു പറയുന്ന സത്യം, അങ്ങനെ പിടിക്കപ്പെടുന്നവർ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസിലാണ് തുടക്കം. മെയ് മാസം അമ്പലപ്പുഴ കാക്കാലം ഭാഗത്തുള്ള ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞ കേസിലാണ് അന്ന് പ്രമോദ് എന്നൊരാൾ പിടിയിലാകുന്നത്. ഒപ്പം മറ്റൊരാളുമുണ്ട്. പ്രമോദ് സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്കാണ് ബോംബെറിഞ്ഞത്. ഒരു കുടുംബ പ്രശ്നത്തിന്റെ അവസാനമായിരുന്നു അത്. പെട്രോൾ നിറച്ച കുപ്പികളും എറിഞ്ഞു. ആ കേസിൽ പിടിയിലായ പ്രമോദ് ലോക്കപ്പിൽ കഴിയുമ്പോഴാണ് പോലീസിന് ഒരു ഊമക്കത്ത് കിട്ടുന്നത്. ആ ഊമക്കത്താണ് കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകത്തിന്റെ രഹസ്യം പുറത്താകാൻ കാരണം. ഭാര്യയുടെ വീട്ടിൽ ബോംബെറിഞ്ഞ പ്രമോദ് എന്നയാൾ മറ്റൊരു കൊലപാതകത്തിൽ പങ്കാളിയാണ്. ബോംബ് കേസിലെ പ്രതിക്ക് മാന്നാനത്ത് 15 വർഷം മുമ്പ് കാണാതായ കലയുടെ തിരോധാനത്തിൽ ബന്ധമുണ്ട്. അത് കൊലപാതകമാണ്. കലയെ കൊന്നു. കല ഭർത്താവിനൊപ്പം നേരത്തെ താമസിച്ചിരുന്ന മാവേലിക്കര മാന്നാറിലെ ഇരമത്തൂരിലുള്ള വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹമുണ്ട്. കത്തിന്റെ ചുരുക്കമിതാണ്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കത്ത്, അതാരാണ് എഴുതിയതെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ അത് മാന്നാർ ഭാഗത്തു നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അവഗണിക്കാൻ കഴിയാത്ത കത്താണ്. കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. പോലീസ് അക്കാര്യം രഹസ്യമായി അന്വേഷിച്ചു. തള്ളിക്കളയാനാകില്ല. കൂടുതൽ അന്വേഷണം വേണം. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം ആരംഭിച്ചത്. മഫ്തിയിൽ പോലീസിനെ വിന്യസിച്ചു. നിരീക്ഷണത്തിനൊടുവിൽ അത് ഉറപ്പിച്ചു. സംശയനിഴലിൽ നിന്ന് 5 പേരെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ഒടുവിൽ അത് 3 പേരിലേക്ക് ചുരുങ്ങി. കണ്ണമ്പള്ളിൽ ആർ സോമരാജൻ, വയസ്സ് 56. കണ്ണമ്പള്ളിൽ KC പ്രമോദ്, വയസ്സ് 40. ജിനു ഭവനത്തിൽ ജിനു, വയസ്സ് 48. പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്ന സുരേഷ് കുമാർ, സന്തോഷ് എന്നിവരെ വിട്ടയച്ചു സാക്ഷികളാക്കി. 2009 കല എന്ന സ്ത്രീയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയ സംഭവം സത്യമാണ്. ഊമക്കത്തിലെ ഓരോ വരികളും സത്യം. ആരാണ് ആ കത്തെഴുതിയത്? ആ കത്ത് വരാൻ കാരണമെന്താകും? കൂട്ടത്തിൽ ഒരുവൻ തന്നെയാണോ? കുറ്റബോധം താങ്ങാതെയുള്ള ഒരു കുമ്പസാരമാണോ? പോലീസ് ആ സാധ്യത കൂടി തേടി. കാരണം അത് മറ്റൊരാളാണെങ്കിൽ അയാൾ ഈ കേസിലെ ഏറ്റവും ശക്തിയുള്ള വിറ്റ്നസ്സാണ്. KC പ്രമോദ് എന്നയാളാണ് 2 കേസിലും കത്തിലും പൊതുവായുള്ളത്. പ്രമോദിനോട് തന്നെ പോലീസ് ചോദിച്ചു, എന്താണ് ഈ ഊമക്കത്തിന്റെ സാഹചര്യം? പോലീസ് അന്വേഷണത്തിൽ ആ കത്തെഴുതിയതിനു പിന്നിൽ 2 സാധ്യതയാണുള്ളത്. പ്രമോദിന്റെ മദ്യപാനമാണ് 2 സാഹചര്യങ്ങൾക്കും ആധാരം. ഒന്നാമത്തെ സാഹചര്യം, പ്രമോദ് മദ്യപിച്ചാണ് പെട്രോൾ കുപ്പികളും ബോംബുമായി അമ്പലപ്പുഴയിലെ ഭാര്യ വീട്ടിലെത്തിയത്. അയാൾ അവിടെ ഉറക്കെ വിളിച്ചു പറയുന്ന ചില വാക്കുകൾ ഭാര്യയുടെ വീട്ടുകാരും ഭാര്യയും കേട്ടു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, അവളെപ്പോലെ നിന്നെയും കൊല്ലും. ഈ പറഞ്ഞ ഭീഷണിയിലെ അവളെപ്പോലെ എന്നത് കലയെ ഉദ്ദേശിച്ചാണെന്ന് പ്രമോദിന്റെ ഭാര്യയ്ക്കറിയാം. ആ കത്ത് പ്രമോദിന്റെ ഭാര്യയോ അവരുടെ ബന്ധുക്കളോ ആകാം എഴുതിയതെന്നാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, സുഹൃത്തുക്കളുമൊത്തുള്ള മദ്യപാനത്തിനിടെ താൻ ഒരിക്കൽ ഇക്കാര്യം അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ അക്കൂട്ടത്തിൽ ഒരാളാകാം കത്തെഴുതിയത്. പ്രമോദ് തന്നെ സമ്മതിക്കുന്നു. പ്രേമവിവാഹമായിരുന്നു അത്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ആരംഭിച്ചതാണ് അനിൽ കല പ്രണയം. വീട്ടുകാരുടെ എതിർപ്പിലും പ്രണയ സാഫല്യം, വീട് വിട്ട് താമസം. ഒടുവിൽ ജോലി ലഭിച്ച അനിൽ വിദേശത്തേക്ക് പോയി.
അനിൽ വിദേശത്തേക്ക് പോയി ഏറെക്കാലമായപ്പോഴാണ് കലയെക്കുറിച്ച് ചില കഥകളൊക്കെ നാട്ടിൽ പരന്നു തുടങ്ങിയത്. അനിൽ പോയതോടെ കലയ്ക്ക് പുതിയൊരു പ്രണയബന്ധമുണ്ടായി എന്നതായിരുന്നു അതിലേറ്റവും പ്രധാനമായുള്ള കഥ. ഇക്കാര്യം വിദേശത്തുള്ള അനിലിനെ ചിലർ വിളിച്ചറിയിച്ചു. അവിടെ അടുത്തടുത്താണ് ബന്ധുവീടുകൾ. കലയുടെ വീടും അധികം ദൂരെയല്ല. എല്ലാവർക്കും പരസ്പരം അറിയാം. വിദേശത്ത് നിന്നെത്തിയ അനിൽ കലയുമായി വലിയ വഴക്കായി. കല അനിലുമായി പിണങ്ങി വീട് വിട്ടിറങ്ങി. 2009 ഡിസംബർ. കല വീട് വിട്ടുപോയിട്ട് ഏറെ ദിവസങ്ങളായി. ഭർത്താവ് അനിൽ പോലീസിലൊരു പരാതി നൽകി. ഭാര്യയെ കാണാനില്ല. കുടുംബ വഴക്കായിരുന്നു. പിണങ്ങിയിറങ്ങിയതാണ്. ആളെ ഇപ്പോൾ കാണാനില്ല. പരാതി നൽകാൻ വൈകിയതെന്താണ്? ഫോണിൽ കലയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പാലക്കാടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ 1-2 ദിവസമായി ഫോണിലും കിട്ടുന്നില്ല. അതാണ് പരാതി നൽകുന്നത്. പരാതി അന്വേഷണം പിന്നെ പാതി വഴിയിൽ നിലച്ചു. പാലക്കാട്ടുകാരനായ ഒരു കാമുകനൊപ്പം ഒളിവിൽ പോയ കല എന്ന കഥ ന്യായമായി പറഞ്ഞ അനിലും പിന്നെ ഇസ്രായേലിലേക്ക് മടങ്ങി. ഇടയ്ക്ക് അവധിക്ക് വന്ന ഒരു വിവാഹം കൂടി കഴിച്ചു. മകനോടും പറഞ്ഞു ഒരു കള്ളക്കഥ. അന്നത്തെ ആ കേസിന്റെ നാൾ വഴി ഇത്രയും മാത്രം. പക്ഷെ പോലീസിന്റെ കണ്ടെത്തലുകൾ വ്യത്യസ്തമായിരുന്നു. അനിലുമായി വഴക്കിട്ട് കല പോയത് പാലക്കാട്ടേക്കായിരുന്നില്ല. കല ഒരു പരിചയം വെച്ച് കൊച്ചിയിലെ ഒരു തുണിക്കടയിലെത്തി. അവിടെ സെയിൽസ് ഗേളായി ജോലി ചെയ്തു. അപ്പോഴൊക്കെ അനിൽ ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അയാൾക്കറിയാം കല എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടെന്ന്. ഭാര്യ തന്നെ അവഗണിക്കുന്നത് അയാൾക്ക് താങ്ങാനാകാതെ വന്നതോടെ അയാൾ ഒരു പദ്ധതി ഒരുക്കി. അനിൽ വാടകയ്ക്കൊരു കാർ എടുത്തു. നേരെ എറണാകുളത്തെത്തി. കലയോട് സന്ധി സംഭാഷണത്തിനെന്ന രീതിയിൽ സംസാരിച്ച് കാറിൽ കയറ്റി. അയാൾ അന്ന് പകൽ മുഴുവൻ കൊച്ചിയിലും പരിസരത്തും കറങ്ങി. ഭാര്യയോട് സന്തോഷം അഭിനയിച്ച് അയാൾ വണ്ടി നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. ആലപ്പുഴ കുട്ടനാട് റോഡിൽ ഒരു കള്ളുഷാപ്പിൽ കയറി. അവർ കുട്ടനാട്ടിലെ കള്ളുഷാപ്പിൽ നിന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും അവിടെ ഇരുന്ന് കള്ളു കുടിച്ചു. 1-2 കുപ്പി കള്ളു വാങ്ങിയാണ് അവർ അവിടെ നിന്ന് വാഹനമെടുത്തത്. രാത്രി ഏറെ വൈകിയാണ് അവർ മാന്നാനം ഭാഗത്തെത്തിയത്. വലിയ പെരുമ്പുഴ പാലം. അനിലിന്റെ വീടിന് 3 കിലോമീറ്റർ മാത്രം ശേഷിക്കെ അവർ ആ വലിയ പെരുമ്പുഴ പാലത്തിലെത്തി. തട്ടാരമ്പലം മാന്നാർ പാതയിലുള്ള ഈ പാലം രാത്രികാലങ്ങളിൽ വളരെ വിജനമായിരിക്കും. അച്ഛൻ കോവിലാറിന് കുറുകെയുള്ള പാലം. പുഴയ്ക്കേറെ വീതിയുള്ള ഭാഗം. സംഭവം 15 വർഷം മുൻപാണ്. അന്ന് ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അനുകൂല സാഹചര്യം. അയാൾ ഷോൾ കയ്യിലെടുത്തു. അയാൾ കലയുടെ കഴുത്തിൽ ആ ഷോൾ മുറുക്കി. പിടഞ്ഞവസാനിക്കുന്നതുവരെ അയാൾ ആ ഷോൾ മുറുക്കിക്കൊണ്ടേയിരുന്നു. പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. വീണ്ടും വാഹനം മുന്നോട്ടെടുത്ത അനിലിനൊപ്പം അവരും കൂടി ചേർന്നു. നേരത്തെ പറഞ്ഞു വച്ചതനുസരിച്ച് കൂട്ടുകാരും ബന്ധുക്കളുമായ ജിനുവും പ്രമോദും അവിടെ തയ്യാറായിരുന്നു. പ്രമോദ് ഡ്രൈവിംഗ് ഏറ്റെടുത്തു. ഒപ്പം കയറിയ ജിനുവും അനിലും കൂടി മൃതദേഹം പിൻസീറ്റിലേക്ക് മാറ്റി. ഒരു സഹായത്തിനാണ് അവർ മറ്റൊരു സുഹൃത്തായ സുരേഷ് കുമാറിനെ വിളിച്ചത്. അനിൽ വിളിച്ചതനുസരിച്ച് താനും സുഹൃത്തുക്കളും വലിയ പെരുമ്പുഴ പാലത്തിലെത്തിയെന്ന് സുരേഷ് പിന്നീട് പോലീസിന് മൊഴി നൽകി. അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. പക്ഷെ അന്ന് ഭയന്നതിനാൽ പുറത്തു പറഞ്ഞില്ല. കല മരിച്ചു, അബദ്ധത്തിൽ പറ്റിയതാണ് സുരേഷിനോട് അന്ന് അനിൽ പറഞ്ഞു. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു അവിടെ എത്തിയ സുരേഷിനോട് അനിലിന്റെ അഭ്യർത്ഥന. പക്ഷെ സുരേഷ് കൂട്ടുനിൽക്കില്ലെന്ന് തീർത്തു പറഞ്ഞു മടങ്ങി. സുരേഷിന്റെ മൊഴിയാണ്. സുരേഷ് കേസിൽ ബലമുള്ള ഒരു സാക്ഷിയായി. സുരേഷ് പോയതോടെ മറ്റുള്ളവർ ചേർന്ന് മൃതദേഹം മറവ് ചെയ്തു. മൃതദേഹ ഭാഗങ്ങൾ കൃത്യമായി ലഭിക്കാത്ത കേസിൽ FIR രജിസ്റ്റർ ചെയ്തത് സുരേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. സുരേഷിനെ സാങ്കേതികമായി കേസിലെ പരാതിക്കാരനാക്കി. അതോടെ നേരത്തെ പ്രതിപട്ടികയിലായിരുന്ന സുരേഷിനെ പോലീസ് അതിൽ നിന്നും ഒഴിവാക്കി.
കേസും പ്രതികളുമൊക്കെയായി, പക്ഷേ പ്രധാന പ്രതി, ഒന്നാം പ്രതി ഇപ്പോഴും ഇസ്രയേലിൽ തന്നെ. മൃതദേഹഭാഗം കിട്ടിയെന്ന് തെളിയാത്ത ഈ കേസിൽ അയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള അന്താരാഷ്ട്ര നിയമ നടപടികൾ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. പോലീസിന്റെ കയ്യിലുള്ളത് ഇനിയും തെളിയാത്ത കുറെ മാലിന്യ ഭാഗങ്ങളാണ്. സാക്ഷിമൊഴികളും കുറ്റസമ്മതവും ഒക്കെയുണ്ട്. പക്ഷേ ഇതിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കേണ്ടത് അനിൽ തന്നെയാണ്, ഒന്നാം പ്രതി. അതിനയാൾ നാട്ടിലെത്തണം. വിദേശത്തുള്ളയാളെ നാട്ടിലെത്തിക്കേണ്ടത് ഇന്റർപോൾ വഴിയാണ്. റെഡ് കോർണർ നോട്ടീസ് ഇറക്കണം. പക്ഷെ കൃത്യമായ തെളിവുകളില്ലാതെ സംശയത്തിന്റെ പേരിൽ ഒരാളെ പിടികൂടാൻ ഇന്റർപോൾ ചട്ടങ്ങൾ അനുവദിക്കില്ല. അപേക്ഷ തള്ളാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആ നടപടികളിലേക്ക് ഇതുവരെ കേരള പോലീസ് കടക്കാത്തത്. ഒരു ഊമക്കത്ത്, ഒരാളുടെ ഭാര്യയോടുള്ള കലിയും വധശ്രമവും ബോംബാക്രമണവും, മദ്യം വരുത്തിയ വിന, ഒരിക്കലും ഒളിച്ചുവെക്കാനാകാത്ത കുറ്റകൃത്യങ്ങൾ, 1.5 പതിറ്റാണ്ടിനു ശേഷവും സത്യം മൂടിപ്പോകാതെ പുറത്തു വന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം. പക്ഷെ തെളിവുകളാണ് പ്രധാനം. ഇത് കോടതിയിൽ തെളിഞ്ഞാൽ ശാസ്ത്രീയ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കേരള പോലീസിന് മറ്റൊരു സ്ഥാനം തന്നെ ലഭിക്കും. ശാസ്ത്രീയമായ ഫോറൻസിക് പരിശോധനകളും ആധുനിക സാങ്കേതിക വിദ്യയും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങൾ പോലും തെളിയിക്കാൻ സഹായിക്കുന്നു. അദൃശ്യമായ അടയാളങ്ങൾ പോലും ഒരു നാൾ വെളിപ്പെടും. നീതി വൈകിയേക്കാം, പക്ഷെ സത്യം എന്നേക്കുമായി കുഴിച്ചുമൂടാൻ ആർക്കും കഴിയില്ല. ഒടുവിൽ ചാരത്തിനടിയിൽ നിന്ന് അഗ്നിജ്വാല എന്നോണം അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.